ഹലോ നമസ്കാരം. പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്തി കൊടുക്കാൻ തന്നെയാണ് നമ്മുടെ നവീൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടേ. അവരെയിട്ടൊക്കെ എന്ന് കുരങ്ങ് കളിപ്പിച്ചിട്ട് വേണം ഈ വിവാഹത്തിലേക്ക് എത്തിക്കാൻ എന്നും നവീൻ വിചാരിക്കുന്നുണ്ട്. ആദർശ് ഉൾപ്പെടെ പലരും വന്ന് നവീനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് നന്ദുവുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന്. പക്ഷേ നവീൻ അതിന് കൂട്ടാക്കുന്നില്ല. ഒരിക്കലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലയെന്ന് നവീൻ പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നവീൻ പിന്മാറിയാലും നന്ദുവിനെ മറ്റൊരു പുരുഷനെ കൊണ്ട് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും വിവാഹം കഴിപ്പിക്കുമെന്നും എനിക്ക് നന്ദുവിനെ കിട്ടില്ല എന്ന് നവീൻ അറിയാം. പക്ഷേ അത് വിവാഹത്തിലേക്ക് വരെ എത്തിച്ച് ആ വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നവീൻ്റെ ലക്ഷ്യം. അങ്ങനെ നവീൻ വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി സീനുകളാണ് ആ സമയത്ത് വരാൻ പോകുന്നത്. അതിനൊക്കെ ശേഷം അനി നന്ദുവുമായിട്ട് അനന്തപുരിയിലേക്ക് ചെല്ലാണ്. അവിടെ ഒരു വലിയ ഞെട്ടൽ തന്നെ എല്ലാവർക്കും ഉണ്ടാകുകയാണ്. അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടന്നു, അതും അച്ഛൻ്റെ അമ്മയുടെ അനുമതി പോലും ഇല്ലാതെ. ജാനകി പിന്നെ കിട്ടുകയല്ല ജാനകി പറയുന്നുണ്ട് ഇവളെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അജയനും അതിന് സപ്പോർട്ട് പറയുന്നുണ്ട്. അങ്ങനെ അനിയും നന്ദുവും പിന്നെയും പ്രശ്നങ്ങളിലേക്ക് പോവുക. ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കില്ല. പിന്നെ നമ്മുടെ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സിനോട് അടുക്കാറായിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. നിങ്ങളെല്ലാവരും പതിവായി വീഡിയോ കാണുന്ന കുറേ ആളുകളുണ്ട്, പതിവായി കമൻറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർക്കെല്ലാം ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടിരിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർ കൂടി ഒന്ന് നല്ല മനസ്സുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സിലേക്കൊക്കെ എത്തും കേട്ടോ. അത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണല്ലോ കനകയും ഗോവിന്ദനും കൂടെ. അത് ആർക്കും താല്പര്യമില്ലെങ്കിലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗോവിന്ദനും കനകയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നയന പറഞ്ഞിരിക്കുന്നത് ഒരു ഗസ്റ്റിനെയും കൊണ്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ആരായിരിക്കും ആ ഗസ്റ്റ് എന്നറിയില്ലല്ലോ. അപ്പോൾ കനകയാണെങ്കിൽ പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ആരായിരിക്കും? ചന്തുമോളായിരിക്കുമോ അതോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അതേസമയം അവരൊന്നുമല്ല, നമ്മുടെ നവ്യാണ് കേട്ടോ വരുന്നത്. നവ്യ കനകയുടെയും ഗോവിന്ദൻ്റെയും മുമ്പിൽ എത്തുകയാണ്. അപ്പം കനക അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ ഇവളായിരുന്നു ഗസ്റ്റ്, ഇവളിതിപ്പം പുതുമയൊന്നും ഉള്ള കാര്യമല്ലല്ലോ എന്ന് പറയാം. അപ്പം നയനയും ആദർശും പറയുന്നുണ്ട്, അല്ല ഇപ്പം ചെറിയ പുതുമയൊക്കെ ഉണ്ട്, നവ്യയും കുഞ്ഞും കൂടി വന്നു കഴിഞ്ഞാൽ അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പം കനക ചോദിക്കുക അതെന്താ ഇപ്പം പ്രത്യേകിച്ചെന്ന് ചോദിക്കുമ്പം സകല കാര്യങ്ങളും കനകയോടും ഗോവിന്ദനോടും അവർ പറയുന്നുണ്ട് കേട്ടോ. നവ്യ എല്ലാ സത്യങ്ങളും നേരത്തെ അറിഞ്ഞതാണെന്നും അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന് നവ്യയ്ക്ക് അറിയാമായിരുന്നെന്നും അനഘയുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയായിരുന്നെന്നും ഇതെല്ലാം അറിഞ്ഞിട്ട് അബിക്കും അവൻ്റെ അച്ഛനും ഒക്കെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നവ്യ ഈ നാടകങ്ങളെല്ലാം കളിച്ചതെന്നും ഒക്കെ കനകയോടും ഗോവിന്ദനോടും തുറന്നു പറയാണ് ആദർശും നയനയും കൂടി. അപ്പോൾ നവ്യയുമുണ്ട്. അപ്പോൾ കനകയ്ക്ക് അങ്ങ് ജീവൻ വീണ പോലെ ആവുകയാണ് കേട്ടോ. കനകയുടെ നെഞ്ചിൽ ഭയങ്കരമായ ആദി ഉണ്ടായിരുന്നു. ഇത് നവ്യ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും, അബിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമോ, അബിയൊക്കെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കനകയ്ക്ക്. അതെല്ലാം മാറുകയാണ് കനകയ്ക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് നവ്യയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഇതെല്ലാം അറിഞ്ഞിട്ടാണല്ലോ ഇത്, നീ എങ്ങനെ ജീവിച്ചവിടെ ഇതെല്ലാം അറിഞ്ഞിട്ട്, അവൻ ചെയ്ത ദുഷ്ടതകളും ക്രൂരതകളും ഒക്കെ അറിയിച്ച് അവനോടൊപ്പം എങ്ങനെ നിനക്ക് അഭിനയിച്ച് ജീവിക്കാൻ പറ്റിയെന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, അതമ്മേ എനിക്ക് അഭിനയിക്കാൻ പറ്റി, അതെൻ്റെ ആവശ്യമായിരുന്നു. ആദ്യം ഇതറിഞ്ഞപ്പോൾ പോയി മരിച്ചു കളഞ്ഞാലോ എന്ന് വരെ തോന്നി. അവനെ ഇല്ലാതാക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു എടുത്തുചാട്ടം നടത്തിയാൽ എൻ്റെ കുഞ്ഞ് അവിടെ ഒറ്റപ്പെട്ടു പോവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഒരു തീരുമാനം എടുക്കുക, ഇനി നീ കരയണ്ട എന്നും അവനെ തകർക്കണമെന്നും അതൊരു പൂർണ്ണ നാശമായിരിക്കണമെന്നും ഞാൻ ചിന്തിച്ചു. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ മോഡലായിട്ട് കയറി അവിടെയുള്ള വിവരങ്ങളെല്ലാം ചോർത്തി ആദർശേട്ടനെ എല്ലാം അറിയിച്ചതും എല്ലാ സത്യങ്ങളും പുറത്തു വരാൻ അവരെ സഹായിച്ചതും നാഗേന്ദ്രനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങൾ കൊടുത്തതും ഒക്കെ ഞാൻ തന്നെയാണ് എന്ന് പറയാണ്. അപ്പം കനക പറയാ, സമ്മതിക്കണം മോളെ, നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ പിടിപ്പുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ഒരു എടുത്തുചാട്ടക്കാരിയാണ് എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഏതായാലും എനിക്കിപ്പോൾ സന്തോഷമായി, സമാധാനമായി, മോളെല്ലാം അറിഞ്ഞല്ലോ എന്ന് പറയാണ്. അപ്പോൾ കനകയോടും നയന പറയുന്നുണ്ട്, അമ്മ ഇത് മറ്റാരോടൊന്നും പറയാനായിട്ട് പോകണ്ട, എല്ലാവരോടും ഇപ്പം തന്നെ പകുതി പേരോടും പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നിട്ടും പറയുക കനകയോട്, ഇത് അബിയും അവൻ്റെ പെങ്ങളും അമ്മയൊന്നും അറിയണ്ടാന്ന്, അവർ മാത്രമേ ഇനി അറിയാനുള്ളൂ, ബാക്കി നാട്ടിലുള്ള എല്ലാവരും തന്നെ ഇത് അറിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവരോട് മാത്രം ഇത് പറയാതെ ഇരിക്കുകയാണ് നവ്യ. പിന്നെയും അഭിനയിച്ചുകൊണ്ട് ഇരിക്കുക. എന്തിനാന്ന് വെച്ചാൽ അഭിയെ പൂർണ്ണമായിട്ടും പൂട്ടണം, അവൻ്റെ അച്ഛനെയും അവർ വളരാൻ അനുവദിച്ചുകൂടാ. അഭിക്കൊപ്പം നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അത് അനന്തപുരിയിലുള്ളവരെല്ലാവരെയും അറിയിക്കണം. അതാണ് കേട്ടോ നവ്യയുടെ ലക്ഷ്യം. അങ്ങനെ കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അന്നത്തെ ദിവസം അവിടെ തന്നെ അങ്ങ് കൂടുകയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനും ഭയങ്കര സന്തോഷമാവുകയാണ്. നവ്യ എല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ പിടിച്ചു നിന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നന്ദുവും സപ്പോർട്ടൊക്കെ കൊടുക്കുക നവ്യയ്ക്ക്. അങ്ങനെ രാത്രിയാകുമ്പോൾ നയനയും നന്ദുവും നവ്യയും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നന്ദു ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അത് നന്ദു, നിനക്ക് അനിയെ ഇഷ്ടമല്ലേ? അനിയെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതൊക്കെ വിഷമമുണ്ട്, പക്ഷേ ഈ വിവാഹത്തിന് വീട്ടുകാരും സമ്മതിക്കില്ലല്ലോ, പിന്നെ ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയാം. അപ്പം നയനയും പറയുന്നുണ്ട്, അത് ശരിയാ, നിങ്ങളുടെ വിവാഹം നടന്ന് കാണണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ഇത് നടക്കണ്ടെന്നും നടന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും നാണക്കേടാവുമെന്നും ഒക്കെ വിചാരിച്ചതാ. പക്ഷേ പിന്നെ ചിന്തിച്ചപ്പം നിങ്ങളെ തമ്മിൽ പിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. ആദർശേട്ടൻ നവീനെ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ നവീൻ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നവീൻ അവൻ്റെ വീട്ടുകാരുമായിട്ട് ചേർന്ന് എല്ലാം ആലോചിച്ചു വെച്ചു. മാത്രമല്ല ഇവിടെ വന്ന അച്ഛനും അമ്മയായിട്ട് വാക്ക് പറയുകയും ചെയ്തവർ. അങ്ങനെയുള്ളപ്പം നവീനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. വേറെ ആരോടാണെങ്കിലും എതിർത്ത് മോശമായിട്ട് ആദർശേട്ടൻ സംസാരിച്ചേനെ. പക്ഷെ നവീനോട് നമുക്കുള്ള കടപ്പാടിനെ കുറിച്ച് അറിയില്ലേ, അവനോട് അങ്ങനെ മോശമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ കാല് പിടിച്ച് ആദർശേട്ടൻ ചോദിച്ചതാ, എന്നിട്ടും അവൻ ഇനി വിട്ടുതരാനുള്ള ഭാവമില്ല. അപ്പം നവ്യ പറയാം, ഞാനും ചെന്ന് നവീനോട് സംസാരിച്ചതാ മോളെ നിനക്ക് വേണ്ടിയിട്ട്. പക്ഷെ നവീൻ ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് ഒരു താല്പര്യമില്ല. അവൻ പറയുന്നത് നിങ്ങൾ അവനെ കുറേ നാൾ പറ്റിച്ചു എന്നുള്ള കാര്യമാണ്. ഞാൻ ചെന്ന് സംസാരിച്ചപ്പോഴും അവൻ വിചാരിച്ചിരിക്കുന്നത് നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്നത് നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെന്ന് കളവ് പറയുന്നതാണ് എന്നാണ്. എന്നാലും ആദർശേട്ടനും പറഞ്ഞല്ലേ, ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാൻ മോളെ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയേ, എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അനിയാണെങ്കിൽ ഇതിലധികം വിഷമിച്ചാണ് നടക്കുന്നത്. അവൻ്റെ വിഷമം കാണുമ്പം എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. ഇനി ഈ വിവാഹം എങ്ങാനും നടന്നാൽ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് വരെ എനിക്ക് പേടിയുണ്ട്. അതുപോലൊരു അവസ്ഥയിലാണ് അനി നടക്കുന്നത് എന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, നമുക്ക് ശ്രമിക്കാം, നമ്മളാരും ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ, എങ്ങനെയെങ്കിലും നവീൻ്റെ ഇതിൽ നിന്ന് നമുക്ക് പിന്മാറ്റാൻ ശ്രമിക്കാമെന്ന് പറയുമ്പം ഉടനെ തന്നെ നന്ദു പറയാം, ഇനി നവീനേട്ടൻ ഇതിൽ നിന്ന് പിന്മാറിയാലും അമ്മയും അച്ഛനും അനിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ലല്ലോ, അതുപോലെ അവിടെ അനിയുടെ അമ്മയും സമ്മതിക്കില്ലല്ലോ. അങ്ങനെയുള്ളപ്പം ഇവിടെ അമ്മയും അച്ഛനും നവീനേട്ടൻ അല്ലെങ്കിൽ വേറൊരാളെ കണ്ടുപിടിച്ച് എന്നെ വിവാഹം കഴിപ്പിക്കും. അതിനുള്ള തുടക്കമല്ലേ ഇവർ ചെയ്യുന്നത്. അമ്മയും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്കാവോ എന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ നയനയും പറയുന്നുണ്ട്, ഞങ്ങൾ അമ്മയോടും അച്ഛനോടും സംസാരിക്കാൻ മോളെ എന്ന് പറയാം. അങ്ങനെ കനകയുടെയും ഗോവിന്ദൻ്റെയും അടുത്ത് ഈ വിവരത്തെക്കുറിച്ച് സംസാരിക്കാൻ നയനയും നവ്യയും ചെല്ലുകയാണ്. ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, അല്ല എന്താ ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കാൻ? നമ്മൾ ഒരുപാട് നാൾ കൂടി എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ദിവസം വളരെയധികം സന്തോഷമുണ്ട് അല്ലേ ഗോവിന്ദേട്ടാന്ന് ചോദിക്കുക. അപ്പം ഗോവിന്ദനും പറയും, അതെ വളരെയധികം സന്തോഷമുള്ള സമയം, ഈ സമയത്ത് വേണ്ടാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, മനസ്സിലുള്ള ടെൻഷനൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞേക്കാൻ പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് എടുത്ത് കളയാൻ പറ്റിയല്ല, നന്ദുവിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയാം. അപ്പോൾ കനകയ്ക്ക് ദേഷ്യം വരിക. കനക ചോദിക്കുക, എന്താണ് ഈ നന്ദുവിൻ്റെ കാര്യം ഇത്ര സംസാരിക്കാനുള്ളത്? അതൊക്കെ സംസാരിച്ച് നമ്മൾ തീരുമാനിച്ചല്ലേ നവീൻ്റെ അച്ഛൻ വന്നാൽ ഉടനെ വിവാഹം നടത്താമെന്ന്. ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ നവീൻ്റെ അച്ഛൻ എത്തും. അപ്പോഴേക്കും നമ്മൾ വിവാഹം നടത്തും. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തിവിടണം. ഇനിയും ആ അനന്തപുരിക്കാരുടെ വായിലുള്ളതൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ. എന്ത് മോശമാണ് അനിയെ നന്ദുവിനെയും കുറിച്ച് അവരെല്ലാം പറയുന്നത്. നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കണ്ടേ? അപ്പം നയന പറയാം, അമ്മേ അതൊക്കെ ശരി തന്നെയാണ്, നവീൻ്റെ ആലോചന നന്ദുവിന് വരാവുന്നതിൽ നല്ലതാ. പക്ഷേ അനിയും നന്ദുവും തമ്മിലാണ് ഇഷ്ടം. അവരുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട്. നന്ദുവിന് അനിയോട് ഇഷ്ടമുണ്ട്, അതുപോലെ അനിക്ക് നന്ദുവിനോടും. അവരെ പിരിക്കുന്നത് ശരിയാണോ അമ്മേ? ഇനി ഇഷ്ടമില്ലാത്ത ഈ വിവാഹം നടത്തി വിട്ടിട്ട് പിന്നെ അതിലധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ എന്താ ചെയ്യുക? അതിനെക്കുറിച്ച് അമ്മയൊന്നും ചിന്തിച്ചില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ കനക പറയുന്നുണ്ട്, ഞാൻ ചിന്തിച്ചു, ഒരുപാട് ചിന്തിച്ചതാ. ഇനി അനിയുമായിട്ടുള്ള ഈ വിവാഹം ഞാനേ നടത്തി വിട്ടെന്ന് വിചാരിച്ചു. അവിടെ ചെന്നാൽ ആ ജാനകി ഇത് സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ജാനകി ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അവിടെ നന്ദുവിനെ വിവാഹം കഴിച്ചു കൊണ്ടുചെന്നാൽ ജാനകി അവിടെ നിന്ന് ഇറക്കി വിടും. അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഒരു ആലോചനയ്ക്ക് ഇനി എനിക്ക് താല്പര്യമില്ല. എൻ്റെ 2 പെൺമക്കളെ അനന്തപുരിയിലേക്ക് കെട്ടിച്ച് വിട്ടിട്ടും അവരനുഭവിച്ച വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോഴും നവ്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതൊക്കെ കൊണ്ട് ഇനി നന്ദുമോനെ കൂടെ അങ്ങോട്ട് വിടാൻ എനിക്ക് താല്പര്യമില്ല. ഈ വിഷയത്തെക്കുറിച്ച് ഇനി സംസാരിച്ചുകൊണ്ട് ആരും വരണ്ടാന്ന് പറയാം. അപ്പം പിന്നെയും നയന ഗോവിന്ദനോട് പറയുന്നുണ്ട്, അച്ഛനെങ്കിലും ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക്, നവീനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറ് എന്ന് പറയാം.
ഗോവിന്ദൻ പറയാം, മോളെ അതിനെക്കുറിച്ച് ഇനി പറയരുത്. അച്ഛൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. നേരത്തെ മുതലേ അച്ഛനൊരു രോഗിയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോയെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഇനി നന്ദുമോൻ്റെ കാര്യം അതും കൂടി നടക്കാനുള്ളൂ. ഈ അച്ഛൻ ഇനി നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഇത് വരാവുന്നതിൽ വെച്ച് നല്ലൊരു ആലോചനയാണ്. അനിയും നന്ദുവും കൂടി ഇഷ്ടമാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അത് നടത്തിവിടാൻ നമുക്കൊരു നിവൃത്തിയില്ല. എത്രയധികം പ്രശ്നം ഉണ്ടാക്കി ആ വിവാഹം നടത്താൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഒരു വിവാഹം നടത്തിവിട്ട് നന്ദു അവിടെ വന്ന് വിഷമിക്കുന്നതിന് നല്ലത് നവീനുമായിട്ട് ജീവിക്കുന്നതല്ലേ. അവർ പ്രൊഫഷനൊക്കെ വെച്ച് നോക്കുമ്പം നല്ല ചേർച്ചയുള്ള ആൾക്കാരാ, നല്ലൊരു കുടുംബത്തിലേക്കാണ് പോകുന്നതും. വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ആ മനസ്സിൻ്റെ വിഷമം നന്ദു അങ്ങ് മറക്കും, അനിയും മറക്കും. അവന്തികമായിട്ടുള്ള വിവാഹം അവനും ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ നവ്യ പറയുക, അതൊന്നും മറക്കാനൊന്നും പറ്റില്ലെന്നേ. അവളെ കൂടി ഇനി ഇതിലേക്ക് തള്ളിവിടരുത്. അവൾക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ച് അവൾ ജീവിക്കട്ടെ. അവൾ ആണെങ്കിലും ഇപ്പോൾ ഒരു നല്ല ജോലിക്കൊക്കെ ഉള്ള പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുക. അപ്പം ഗോവിന്ദൻ പറയാം, പറ്റില്ല നവ്യെ, ഇനി ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് നീ സംസാരിച്ചുകൊണ്ട് വരരുത്. നിങ്ങളൊക്കെ കാരണം ഞങ്ങൾ അനുഭവിച്ച ആദ്യം എത്ര മാത്രമാണെന്ന് അറിയാവോ. ഇനി നന്ദുമോൻ്റെ കാര്യം കൂടി ശരിയായ പിന്നെ സമാധാനമുണ്ട്, മരിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇതിനൊരു തർക്കത്തിന് നിങ്ങൾ വരരുതെന്ന് പറയാണ്. അങ്ങനെ ആ സംസാരം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. കനകയും ഗോവിന്ദനും അടുക്കുന്നേയില്ല. അങ്ങനെ നവീനുമായിട്ടുള്ള വിവാഹം തന്നെ അവർ ഉറപ്പിച്ചു വച്ചിരിക്കുക. അനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അയനെയും നവിയൊക്കെ തിരിച്ച് ചെല്ലുമ്പോഴേ അനി അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ നന്ദാവനത്തിൽ പോയില്ലേ? അവിടെ ചെന്നിട്ട് അമ്മയോടും അച്ഛനോടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നോ? നവീനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞതാനീ, പക്ഷേ അവിടെ അമ്മയും അച്ഛനും ഒന്നും ഇത് സമ്മതിച്ചു തരില്ല. അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. കാരണം നിൻ്റെ അമ്മയ്ക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ലല്ലോ. പിന്നെ നന്ദുവിന് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു ആലോചന തന്നെയാണ് വന്നിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതിൽ നിന്ന് ഇനി പിന്മാറാൻ പറ്റില്ലെന്നും അവർക്ക് വാക്ക് കൊടുത്തെന്നും വിവാഹ തീയതി വരെ തീരുമാനിച്ചെന്നുമാണ് പറഞ്ഞത്. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയാ, എല്ലാവരും ഞങ്ങളുടെ ജീവിതം വെച്ചാൽ കളിക്കുന്നത്. ഞങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ആർക്കും അറിയണ്ട. ഇവിടെയുള്ളവർക്കും അറിയണ്ട, അവിടെയുള്ളവർക്കും അറിയണ്ട. എന്തിന് ഫ്രണ്ടാണെന്നും പറഞ്ഞ് കൂടെ നടന്നത് ആ നവീൻ. അവനോട് പോലും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എത്ര പ്രാവശ്യം ഞാൻ നന്ദു അവനെ പോയി കണ്ട് സംസാരിച്ചതാ, അവനോട് ഇനി പിന്മാറാൻ പറഞ്ഞതാ. അവൻ അതിന് ശ്രമിക്കുന്നില്ല, ദുഷ്ടൻ എന്നൊക്കെ പറയാണ്. എന്നിട്ട് വിഷമിച്ച് അങ്ങ് പോവുക. എന്നിട്ട് നയനെ പുറകെ ചെല്ലുന്നുണ്ട്. അനി, നീ വേണ്ടാത്തതൊന്നും ചിന്തിക്കല്ലേ. ഇത് നടക്കുന്നെങ്കിൽ അങ്ങ് നടക്കട്ടെ മോനെ. ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിന്റെ മനസ്സിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. അരുതാത്തതൊന്നും ചെയ്യരുതെന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, ഞാനൊരു അരുതാത്തതും ചെയ്യാൻ പോകുന്നില്ല. അന്ന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഭാരം ഒരിക്കലും മാറില്ല. പക്ഷെ മറ്റൊരു വിവാഹത്തിന് ആരും എന്നെ നിർബന്ധിക്കാനും വന്നേക്കരുത് ഇനി ഒരു സമയത്തും എന്ന് പറഞ്ഞിട്ട് അനി പോവാം. നയനയും നവ്യയും കൂടെ പറയുന്നുണ്ട്, അവന് നല്ല വിഷമമുണ്ട്, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല വിഷമം തോന്നുക എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ വിവാഹത്തിനുള്ള തീയതിയൊക്കെ തീരുമാനിച്ചു. നവീൻ്റെ അച്ഛൻ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വിവാഹമാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നന്ദുവിൻ്റെ വിവാഹ ദിവസമാണ്. വിവാഹത്തിൻ്റെ തലേ ദിവസം തന്നെ നവിയും നയനയും എല്ലാവരും ആദർശമൊക്കെ അവിടെ തന്നെയുണ്ട്. അങ്ങനെ വിവാഹ ദിവസം രാവിലെ ആവുകയാണ്. നന്ദു ഭയങ്കര വിഷമത്തിൽ തന്നെ ഇരിക്കുകയാണ്. നന്ദു ഒരുങ്ങാനൊക്കെ മടി കാണിച്ചിരിക്കുമ്പോൾ നയനയും നവിയും കൂടി വന്ന് നന്ദുവിനെ ഒരുക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. നവീനുമായിട്ടുള്ള ജീവിതവുമായിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും നവീൻ നിൻ്റെ ഫ്രണ്ടല്ലേ, അവൻ നിന്നെ മനസ്സിലാക്കുന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം നന്നാവും എന്നൊക്കെ പറയുക. പക്ഷെ നന്ദു ഒന്നും മിണ്ടുന്നില്ല. നന്ദു അനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അനി വിഷമിക്കുന്നതും അനി ആത്മഹത്യ ചെയ്യാൻ പോകുന്നതും ഒറ്റയ്ക്ക് നിൽക്കുന്നതും അനി പറഞ്ഞ പല കാര്യങ്ങളും ഒക്കെ നന്ദുവിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോവുക. ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ തന്നെ നന്ദു കണ്ണുനീരിങ്ങനെ ഉരുണ്ട് ചാടുന്നുണ്ട്. പക്ഷേ ഒന്നും ആരും സമ്മതിക്കുന്നില്ല. എല്ലാവരും നല്ല അണിഞ്ഞൊരുങ്ങി പട്ടുസാരിയൊക്കെ ഉടുത്ത്, അല്ലെങ്കിൽ തന്നെ അനന്തപുരിയിലുള്ളവരും അത് പത്തരമാറ്റ് സീരിയലുള്ളവരും എല്ലാം നല്ല ഒരുങ്ങി തന്നെയാണല്ലോ. അങ്ങനെ തന്നെ എല്ലാവരും സെറ്റപ്പ് ആവുകയാണ്. കനകയും ഗോവിന്ദനും ഒക്കെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ നടത്തുക. കനക ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്ദു മോനെ ഒരുങ്ങിയില്ലേ? മുഹൂർത്തത്തിന് സമയമായി, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതാ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിവാഹ മണ്ഡപത്തിലേക്ക് എത്തണം. വിവാഹം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. വരനും കൂട്ടരും എത്തുന്ന സമയത്തിന് മുമ്പ് തന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലണ്ടേ? പെട്ടെന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ ഓടി നടക്കുകയും എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ എല്ലാവരും ആനന്ദപുരിയിലുണ്ട് കേട്ടോ. ആനന്ദപുരിയിലല്ല, നന്ദാവനത്തിലുണ്ട്. അതിനൊക്കെ ശേഷം നവീനാണെങ്കിലും നവീൻ്റെ വീട്ടിലും ഭയങ്കര ഒരുക്കമൊക്കെയാണ്. അപ്പം നവീൻ്റെ മനസ്സിൽ നവീൻ എന്തോ കണക്ക് കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. വിവാഹം വരെ എത്തിച്ചിരിക്കുകയാണ്. അതേസമയം നവീൻ്റെ അമ്മയും മുത്തശ്ശനും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പം നവീനോട് പറയുന്നുണ്ട്, മോനെ നമ്മൾ ഇറങ്ങേണ്ട സമയമായില്ലേ, നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് എത്താറായില്ലേ എന്നൊക്കെ അവരും പറയുക. അതേസമയം നമ്മുടെ അനിയാണ് ആകെ വിഷമിച്ച് ആനന്ദപുരിയിൽ ഇങ്ങനെ ഇരിക്കുക.
അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് വരിക. ജാനകി ചോദിക്കുന്നുണ്ട്, എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ എന്താ കാര്യം? നിനക്ക് എന്താ സംഭവിച്ചത്? ഓ, മറ്റവളുടെ വിവാഹം ആയതുകൊണ്ടായിരിക്കും, ആ നന്ദുവിൻ്റെ. നീ പോകുന്നില്ലേ വിവാഹത്തിന്? നിന്റെ ഫ്രണ്ടല്ലേ നവീൻ? നന്ദുവിൻ്റെ കാര്യം വിട്. നവീൻ നിന്റെ കൂട്ടുകാരനല്ലേടാ? നിനക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരം ചെയ്തതാ? നീ പോയി പങ്കെടുക്കണ്ടേ? അതൊക്കെ കേൾക്കുമ്പോഴേക്കും അനിക്ക് അങ്ങ് നല്ല ദേഷ്യം വരും. അനി പറയാണ്, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും തരാൻ പറ്റുമോ? ഓ, ഞാൻ ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. ഏതായാലും ഇന്നുകൊണ്ട് ആ ശല്യം അങ്ങ് തീരുമല്ലോ. അവൾ നവീൻ്റെ തലയിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിന്റെ അവന്തിക മോളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാമല്ലോ. ഒന്ന് പോകുന്നുണ്ടോ അമ്മ എൻ്റെ മുന്നിൽ നിന്ന്? എൻ്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ വന്നിരിക്കുന്ന സമയം. കുറച്ച് സ്വസ്ഥതയും സമാധാനവും തരുമോ എന്നൊക്കെ പറഞ്ഞ് അനി ആകെ വിഷമിച്ച് വിവാഹത്തിനൊന്നും പോകാൻ ഒരുങ്ങാതെ അവിടെ ഇങ്ങനെ നിൽക്കുക. അതേസമയം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും എല്ലാവരും വിവാഹത്തിന് വേണ്ടി പോയിട്ടുണ്ട്. ജാനകിയും ജലജയും അവന്തികയും ഒന്നും വിവാഹത്തിന് പോയിട്ടുമില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ്. അനി പോയിട്ടില്ല. അതേസമയം നമ്മുടെ നവീൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുക. അപ്പം നവീൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേ അനിയെ വിളിക്കുകയാണ്. അനി ഫോൺ എടുക്കുന്നില്ല. കുറേ പ്രാവശ്യം വിളിക്കുകയാണ്, എടുക്കുന്നില്ല. അതിനുശേഷം നവീൻ നേരെ അനന്തപുരിയിലേക്ക് വരികയാണ്. അനന്തപുരി വന്നിട്ട് അനിയുടെ റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ അനി അവിടെ വിഷമിച്ചിരിക്കുക. അപ്പം നവീൻ പറയുന്നുണ്ട്, എടാ എന്താണ് നീ എൻ്റെ വിവാഹത്തിന് വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറയുക. നീ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാണോ എന്ന് അനി ചോദിക്കുക. അപ്പം നവീൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ നിന്നെ കളിയാക്കാൻ വന്നതല്ല, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുപോലെ നന്ദുവിൻ്റെയും. അപ്പോൾ ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ നീ അവിടെ കാണണ്ടേ? വാടാന്ന് പറയാം. ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറയാം. വാടാ, ഡ്രസ്സൊക്കെ മാറി നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നീ വാ എന്ന് പറയാണ്. അങ്ങനെ അനിയെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റി മുണ്ടും ഷർട്ടുമൊക്കെ ഇടിപ്പിച്ച് നവീൻ പറയാണ്, നീ വരാതെ പറ്റില്ല എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ച് കാറി കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ വിവാഹ മണ്ഡപത്തിലേക്ക് നവീൻ. അതേസമയം നന്ദുവും കൂട്ടരും അവിടെ എത്തിയിട്ടുണ്ട്. വിവാഹ മണ്ഡപത്തിൽ കൊണ്ട് നന്ദുവിനെ ഇരുത്തിയിട്ടുണ്ട്. എല്ലാവരും അവിടെയുണ്ട് ഓഡിറ്റോറിയത്തിൽ. ആ സമയത്ത് വരനും കൂട്ടരും എത്തി സ്വീകരിക്കണം എന്ന് പറയാണ്. അങ്ങനെ വരനെയും കൂട്ടരെയും സ്വീകരിക്കുന്ന കൂടെ നവീനെ സ്വീകരിക്കുകയാണ്. സ്വീകരിച്ചു കൊണ്ടിരുന്ന കൂടെ നമ്മുടെ അനിയും ഉണ്ട് കേട്ടോ. അങ്ങനെ അനിയും ഹോളിലേക്ക് എത്തുകയാണ്. എത്തുമ്പോഴേക്കും ഉടനെ തന്നെ നന്ദുവിന് അനിയെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുക മനസ്സിൽ. നന്ദു ഇങ്ങനെ തലകുനിച്ചിരിക്കുക. അനിക്കാണെങ്കിലും അതിലും വിഷമവും നാണക്കേടും ഒക്കെ തോന്നുന്നുണ്ട്. അതേസമയം വിവാഹ മണ്ഡപത്തിൽ കയറിയിരിക്കുകയാണ് നവീൻ. അതിനുശേഷം നവീൻ ഒരു കള്ളച്ചിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിയുമ്പം എല്ലാവരോടുമായിട്ട് എഴുന്നേറ്റ് നിന്ന് നവീൻ പറയാണ്, ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. ഞാൻ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല. നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടതും ഇവിടെ ഇരിക്കേണ്ടതും അയാൾ ദേ ഇവനാണെന്ന് പറയാം. എന്നിട്ട് അനിയെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. എല്ലാവരും അന്തം വിട്ടു പോവുക അനിയെ പിടിച്ചിരുത്തുമ്പോഴേക്കും. അപ്പം നവീൻ്റെ അമ്മ ചോദിക്കുക, എന്താ നവീനെ നീ കാണിക്കുന്ന? വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഭ്രാന്ത് കാണിക്കുന്നു. ഇത് ഭ്രാന്തല്ല. ഞാൻ ദേ ഈ വിവാഹം ഇവിടം വരെ എത്തിച്ചതേ ഇവർ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. ഇവരൊന്നിക്കേണ്ടവരാ. കുടുംബക്കാരുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇവരൊന്നിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നാടകമൊക്കെ കളിച്ചതെന്ന് പറയാം. അപ്പോൾ അനിയും നന്ദും അത്ഭുതപ്പെട്ടു പോവുകയാണ്. നവീൻ്റെ നാടകമായിരുന്നല്ലോ എന്ന് ഓർത്ത്. അനി ചോദിക്കുക, എടാ നീ എന്താ പറയുന്നത്? അതേടാ, നീ എന്താ വിചാരിച്ചത്? നീ സ്നേഹിക്കുന്ന പെണ്ണെ ഞാൻ തട്ടിയെടുക്കുന്നു? ഒരിക്കലും ഇല്ലടാ. നീയും ഇവളും അന്നേ ഈ കാര്യമൊന്നും എന്നോട് പറയാത്തതിൻ്റെ ഒരു പരിഭവം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇട്ടിങ്ങനെ വട്ടം കറക്കിയത്. ഏതായാലും ദേ ഈ വിവാഹം നടക്കണം നിങ്ങളുടെ രണ്ടിൻ്റെയും. ദേ മുഹൂർത്തമാകാറായി. ഈ താലി നീ നന്ദുവിൻ്റെ കഴുത്തിലേക്ക് അങ്ങ് കെട്ട് എന്ന് പറയുക. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുക. എടാ കെട്ടടാ എന്ന് പറയുക. പെട്ടെന്ന് അനി എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് താലി എടുത്ത് കെട്ടുക. നന്ദുവിന് സന്തോഷമാവുക, ചിരിക്കുന്നുണ്ട്. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുക. നയനെ നവിയൊക്കെ നല്ല സന്തോഷത്തിൽ, ആദർശമൊക്കെ. അതേസമയം കനകയ്ക്കും ഒക്കെ ഭയങ്കര ടെൻഷനാവുക. കനകയാണെങ്കിൽ എന്താ ഈ കാണിക്കുന്നത്? ഇതെന്താ ഇവിടെ നടക്കുന്നത്? ഈ വിവാഹം നടക്കാൻ പാടില്ല. നവീനുമായിട്ട് നന്ദുമോൻ്റെ വിവാഹം വെച്ചിട്ട് നവീൻ എന്താ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുകയാണോ എന്ന് ചോദിക്കുക. അല്ല ആൻറ്റി, ഞാൻ ആരെയും പറ്റിച്ചില്ല. നിങ്ങളൊക്കെ കൂടെ ഇവരെ രണ്ടിനെ ഒന്നാൻ ശ്രമിപ്പിച്ചില്ലല്ലോ. ഇവർ രണ്ടുപേരും അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അവരാ ഒന്നാവേണ്ടത്, അല്ലാതെ ഞാനല്ല. ഞാനിതിവിടം വരെ എത്തിക്കാൻ വേണ്ടി ഒന്ന് നാടകം കളിച്ചെന്നേ ഉള്ളൂ. ദേ അവരുടെ വിവാഹം കഴിഞ്ഞു. ഇനി അവരൊന്നായി അവരൊന്നിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നവീൻ അങ്ങ് പോവാണ്. അങ്ങനെ അനിയുടെയും നന്ദുവിൻ്റെയും കൈയൊക്കെ നവീൻ പിടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ എന്താവും? അപ്പം നയനയും നവീൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താവാനാ? ഇനി അനന്തപുരിയിലേക്ക് നന്ദുവുമായിട്ട് വന്ന് കയറുക. അപ്പോൾ ഉടനെ തന്നെ കനക പറയുന്നുണ്ട്, ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ? അനന്തപുരിയിലേക്ക് വന്ന് കയറാൻ ജാനകി സമ്മതിക്കുമോ? ജാനകി പ്രശ്നം ഉണ്ടാക്കില്ലേ? അപ്പം മുത്തശ്ശൻ പറയാം, ജാനകി പ്രശ്നം ഉണ്ടാക്കിക്കോട്ടെ, അനന്തപുരിയിൽ ഇവർ വന്ന് കയറിക്കോട്ടെ, അതിനൊരു പ്രശ്നവുമില്ല. ജാനകി എന്താ പറയുന്നതെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ അനന്തപുരിയിലേക്ക് അനിയും നന്ദുവും കൂടി ചെന്ന് കയറുക. അപ്പം ജാനകി അതിനു മുമ്പ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു. എല്ലാ വിവരങ്ങളും അറിഞ്ഞ് ജാനകി ഉറഞ്ഞു തുള്ളി നിൽക്കുക. ജലജയും ജാനകിയൊക്കെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവന്തികയുമായിട്ട് വിവാഹം നടക്കില്ലല്ലോ എന്നുള്ള ദേഷ്യത്തിലാണ് ജലജ. അവളെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ജാനകി
അങ്ങനെ എല്ലാവരും ഉറങ്ങിയോളി നിൽക്കുന്ന സമയത്താണ് പെണ്ണും ചെറുക്കനും വരുന്നത്. അകത്തേക്ക് കയറി വരാൻ പറഞ്ഞ് നയനിയും നവ്യയും കൂടെ വിളിച്ച് കയറ്റുമ്പോഴേക്കും ജാനകി ഇറങ്ങി വന്നിട്ട് പറയാണ്, ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അവരവിടെ നിൽക്ക് പറ്റില്ല, ഇതിവിടെ നടക്കില്ല. ആര് പറഞ്ഞിട്ടാടാ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്? സ്വന്തം അച്ഛനും അമ്മയും ഇല്ലാത്തടത്ത് നീ ആര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കല്യാണം കഴിച്ചത്? ഈ വിവാഹം നടക്കില്ല. ഇത് ഞാൻ ജീവിച്ചിരിക്കുമ്പം ഇത് നടക്കില്ല. ഇനിയിപ്പം നിങ്ങൾ വിവാഹം കഴിച്ചെങ്കിൽ തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ ജാനകി ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് ഇവിടെ താമസിക്കില്ല. അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ഇറങ്ങു പുറത്ത്. എൻ്റെ കൺമുന്നിൽ രണ്ടിനെയും കാണരുത്. എവിടെയാണെ പോയി ജീവിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ജാനകി സമ്മതിക്കല്ല കേട്ടോ അവരോട് അകത്തേക്ക് കയറാൻ പോലും. അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ അനിയും നന്ദും കൂടെ വേറെ താമസിക്കാൻ പോകുമോ അതോ അനന്തപുരിയിൽ തന്നെ താമസിക്കുകയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന വീഡിയോകളിലൂടെ അറിയാൻ പറ്റുമേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്